നമ്മൾ ഈ സൽവാർ സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ഫ്ലോറിലെല്ലാം ഡെയിലി വെയർ കോൺസെപ്റ്റിലുള്ള സൽവാർ സെറ്റ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൽ ഈ ഡെയിലി വെയറിൽ തന്നെ എല്ലാം വാഷബിൾ എന്ന് പറയരുത് കേട്ടോ. ചിലപ്പോൾ അത് സെപ്പറേറ്റ് വാഷ് ചെയ്യേണ്ടതുണ്ടാവാം, അല്ലെങ്കിൽ ഡ്രൈ വാഷ് ഉള്ളി കൊടുക്കേണ്ടതുണ്ടാവാം, നോർമൽ വാഷബിളായിട്ടുണ്ടാവാം. അതൊക്കെ ഒന്നെങ്കിൽ സ്റ്റാഫ്സിനോട് തന്നെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. കാരണം പല സ്ഥലത്തുള്ള സൽവാർ സെറ്റ്സാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വാഷബിൾ, ഏതൊക്കെ നോൺ വാഷബിൾ, ഏതൊക്കെയാണ് ഡ്രൈ വാഷ് ഉള്ളി, അല്ലെങ്കിൽ സെപ്പറേറ്റ് വാഷ് ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുക ബുദ്ധിമുട്ടുള്ളവരെ. അപ്പോൾ അത് എടുക്കാൻ വരുന്നവരത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഉപയോഗിച്ച് നോക്കുക. സംശയമുണ്ട് ഈ സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കിയെന്നുള്ളൂ. നമ്മളെ ടാഗിൻ്റെ അകത്ത് എല്ലാത്തിലും ഡ്രൈ വാഷ് ഉള്ളി എന്ന് മാത്രമേ എഴുതുള്ളൂ. കാരണം അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം 10 ടാഗ് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ടാഗ് അടിക്കുന്ന സ്റ്റാഫ്സ് ചിലപ്പോൾ അതെല്ലാം തെറ്റിക്കും. നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്ത് അത് പ്രൈസ് ചെയ്ത് തീർക്കേണ്ടി വരും. ഈ കൊമേഴ്സ്യലി ചെയ്യുമ്പോൾ ഇതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ആളുകൾ പറയും അത് ഓരോന്നും ചെക്ക് ചെയ്തിട്ട് വേണം വിൽക്കാൻ, അത് ചെയ്യണം ഇത് ചെയ്യണത്. എല്ലാവർക്കും പറയണവർക്ക് പറയാം, കച്ചവടം ചെയ്യുന്നവനറിയാം. അത് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് വിൽക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഒന്നെങ്കിൽ പോളിസ്റ്റർ ബേസ് മാത്രം വിൽക്കുക, അല്ലെങ്കിൽ നൈലോൺ മാത്രം വിൽക്കുക, അല്ലെങ്കിൽ കോട്ടൺ ബേസ്, അല്ലെങ്കിൽ സിൽക്ക്. ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് മിക്സ് ഓഫ് ഫാബ്രിക്സ് വിൽക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു സിംഗിൾ ടാഗ് ലൈൻ കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് മെലാഞ്ചിലെ എല്ലാ പ്രൊഡക്റ്റും ഡ്രൈ വാഷ് ഉള്ളി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് വാഷബിൾ ആണോ നോൺ വാഷബിൾ ആണോ എന്ന് ഒന്നെങ്കിൽ സ്റ്റാഫ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ല എങ്കിൽ അത് കസ്റ്റമറിനെ, പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് കൂടുതൽ, അവർക്കറിയാം ഇത് ഡ്രൈ വാഷ് ചെയ്യണോ സെപ്പറേറ്റ് വാഷ് ചെയ്യണോ എന്ന്. എന്നാലും അബദ്ധം പറ്റാതിരിക്കാൻ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഡെയിലി വെയർ കോൺസെപ്റ്റിൽ വാഷബിൾ ആയിട്ടുള്ള സൽവാർ സെറ്റ്സ് 1890 പ്രൈസ് റേഞ്ച്. ഇതുണ്ട്, യോക്ക് പോർഷനിൽ ചെറിയൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ബുട്ട ഒരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. 1890 പ്രൈസ് റേഞ്ച്. ദുപ്പട്ട ഫ്ലോറലാണ്. ബോട്ടം റയോൺ ബോട്ടം, 10 kg റയോൺ ബോട്ടം. ഒരു ഫ്ലോറൽ ദുപ്പട്ട കോൺസെപ്റ്റ് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇത് 3 കളർ മാച്ചിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതുണ്ട്, 1890 പ്രൈസ് റേഞ്ച്. നല്ലതാണ് ഡെയിലി വെയറിനൊക്കെ, ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. എന്നും സൽവാർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഡെയിലി വെയർ കോൺസെപ്റ്റിൽ. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കളേഴ്സ് എല്ലാം ഭംഗിയുള്ളതാണ്. ഇതുണ്ട് സെക്കൻഡ് കളറ്, ലൈലാക്ക് തേർഡ് കളർ. പ്രൊഡക്റ്റ് വെബ്സൈറ്റിലും സ്റ്റോറിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ സൽവാർ സ്യൂട്ട്സ് ഹോൾസെയിലോ റീറ്റെയിലോ സൽവാർ സ്റ്റുഡിയോ നല്ലൊരു ഓപ്ഷനാണ്. താങ്ക് യു സോ മച്ച്.